നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു ഡെവലപ്മെൻറ്റ് സീരീസ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കേരള യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടപ്സ്. കേരളത്തിൻ്റെ ഒരു പൊൻതൂവൽ തന്നെയാണ് കാര്യവട്ടം ക്യാമ്പസ്. കാര്യവട്ടം ക്യാമ്പസിനടുത്താണ് ഇപ്പോഴത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇരിക്കുന്ന സ്ഥലമൊക്കെ അതിനോടനുബന്ധിച്ച് ഉള്ള സ്ഥലങ്ങളാണ്. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഇപ്പോൾ നൂതനമായിട്ടുള്ള നമ്മുടെ 21ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞുള്ള സ്റ്റാർട്ടപ്പിൻ്റെ കൂടെ ഒരു യുഗമാണ്. പല വിധത്തിലുള്ള സ്റ്റാർട്ടപ്പ് ലോകമെമ്പാടും വരുന്നുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്, കേരളത്തിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളും അതിൽ നിന്നൊന്നും മാറി നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അവരും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരികയാണ്. ഏകദേശം 79ഓളം സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പോൾ തുടങ്ങാനായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം 8ഓളം സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനം ഉടൻ തന്നെ തുടങ്ങുന്നതായിരിക്കും. അതിൽ തന്നെ 4ഓളം സ്റ്റാർട്ടപ്പുകൾ ആൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 44 ലക്ഷം രൂപയാണ് ഇതിലേക്ക് യൂണിവേഴ്സിറ്റി ഇപ്പോൾ മാറ്റി വച്ചിരിക്കുന്നത്. ഇതിനായി തന്നെ ക്യൂബിക് എന്ന് പറഞ്ഞ ഒരു വിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഈ സ്റ്റാർട്ടപ്പുകളെല്ലാം മാനേജ് ചെയ്യുന്നത്. ക്യൂബിക് എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി ബിസിനസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ എന്നാണ്. ഇനി ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നിർമ്മിച്ച ഒരു 3D പ്രിൻ്റർ ആൾറെഡി തന്നെ പേറ്റൻറ്റ് ലഭിക്കുകയും അത് ഉടനെ തന്നെ വിപുലമായിട്ടുള്ള രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് അറിയപ്പെടാനായിട്ട് നമുക്ക് സാധിച്ചത്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും എല്ലാം തന്നെ ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളെല്ലാം പങ്കാളികളാവും. അത് വളരെ മികച്ച ഒരു സംഗതി തന്നെയാണ്. കാരണം ഒട്ടനവധി പ്രഗത്ഭരായ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആണ് നമ്മുടെ ഈ യൂണിവേഴ്സിറ്റികളെല്ലാം. അപ്പോൾ അവർക്കെല്ലാം അവരുടെ നല്ല പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ യങ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായ കാര്യങ്ങളുമാണ്. നമുക്കിനി ഇവിടുത്തെ മറ്റ് സ്റ്റാർട്ടപ്പുകൾ നോക്കാം. നേരത്തെ നമ്മൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ടപ്പ് പറഞ്ഞു. ഇനി മറ്റ് സ്റ്റാർട്ടപ്പുകൾ നമുക്ക് നോക്കാം. എല്ലാം ഒന്നും പറയുന്നില്ല, പ്രധാനപ്പെട്ടതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഭാവി വീഡിയോകളിൽ ബാക്കിയുള്ളതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഭാവി അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ നമുക്ക് നോക്കാം. അക്വാട്ടിക് ബയോളജിയിൽ ഏകദേശം 2 സ്റ്റാർട്ടപ്പാണുള്ളത്. ഇതിൽ തന്നെ ജീവനുള്ള മത്സ്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ആ സ്റ്റാർട്ടപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഫീഡ് സൊല്യൂഷൻസ് എന്നാണ്. മറ്റൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഫിഷ് ഫോർ ട്രയൽസ് എന്നാണ്. ഗവേഷകർക്ക് ആവശ്യമായിട്ടുള്ള കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഈ ഒരു സ്റ്റാർട്ടപ്പിലെ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഒരേ സമയം 3000ഓളം കരിമീൻ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ ടാങ്കുകൾ ഉൽപ്പാദിക്കാൻ സാധിക്കും. കൂടുതൽ കരിമീൻ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കഠിനംകുളത്തിനടുത്ത് ഒരു ചെറിയൊരു കുളമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് വളർത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏകദേശം 3000 കരിമീൻ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന് പുറമെ ആൽഗി എന്ന മത്സ്യതീറ്റ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലതും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഒരുക്കുന്ന മറ്റൊരു സ്റ്റാർട്ടപ്പാണ് ഒരു മൊബൈൽ ആപ്പാണ്. ഈ ഒരു മൊബൈൽ ആപ്പിൻ്റെ പേര് സാരഥി എന്നാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ പേര് UC മങ്സ് എന്നാണ്. അവർ ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഫയലുകൾ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലേണേഴ്സ് മുതൽ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് ലൈസൻസ് കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാൻ ഉതകുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും വളരെ മികച്ച രീതിയിലൊരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് തോന്നുന്നത്. അത് സാധാരണക്കാർക്കും വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സ്റ്റാർട്ടപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് KU കാർവിങ്സ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പാണ്. ഇവിടെ കൊടംപുളി സത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. കൊടംപുളി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ആ ഒരു സംഗതിയാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടപ്പിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ മറ്റു പലതുകൊണ്ട് എൻസോർ എന്ന പേരിലാണ് ഈ പറയുന്ന കൊടംപുളി സത്ത് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ FSSAIയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഞാവൽപ്പഴം അതുപോലെ തന്നെ ആഞ്ഞിലി ചക്ക, പുളിഞ്ചി, ഞാവൽപ്പഴം തുടങ്ങിയവയിൽ നിന്ന് മിഠായി, ജെല്ലി ജാം തുടങ്ങിയവ ഉണ്ടാക്കാനുള്ള പദ്ധതികളും ഉണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമാകട്ടെ. വളരെയധികം മികച്ച സ്റ്റാർട്ടപ്പുകൾ ഇനിയും വരട്ടെ. ഏകദേശം 79ഓളം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ എല്ലാം കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ വീഡിയോകൾ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു പുതിയ ഇന്നോവേഷൻസിനെല്ലാം വലിയൊരു തംസപ്പ് നൽകിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രേരണ സ്റ്റാച്ച്. നന്ദി, നമസ്കാരം.